കൃപയുടെ വാസസ്ഥലം കൃപാസനം, കൃപയുടെ വാസസ്ഥലം കൃപാസനം. വേദനിക്കുന്നവർക്കെന്നും ആത്മധൈര്യത്തിനഭിഷേകം, വചനത്തിനഭിഷേകം, ആത്മസൗഖ്യത്തിനഭിഷേകം. വരുവിൻ നിങ്ങൾ യേശുവിൻ സന്നിധേ, അവനേകും സാന്ത്വനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം, കൃപയുടെ വാസസ്ഥലം കൃപാസനം. ഭാരത്താലേ തളരുന്ന സോദരേ, സഹനത്തിരമാലയിൽ പതറാതെ മുന്നേറിടാ. അഭിഷേകം സാന്ത്വനാഭിഷേകം, യേശുവേകിടും അഭിഷേകം സാന്ത്വനാഭിഷേകം. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. കർത്താവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോ മഹത്വ പ്രതാപത്തോടുകൂടി എഴുന്നള്ളി വരുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി കർത്താവേ, സ്തോത്രം ദൈവമേ, സ്തുതിക്കുന്ന കർത്താവേ, ആരാധിക്കുന്ന ദൈവമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ നന്ദി കർത്താവേ, സ്തോത്രം ദൈവമേ. കരങ്ങൾ ഉയർത്തി ശക്തമായി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയേ ആരാധന. കരങ്ങൾ ഉയർത്തി ഈശോയേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. യേശുവേ ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. യേശുവേ കരങ്ങളുയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. അതിശക്തമായി സ്തുതിക്കട്ടെ. കരങ്ങളുയർത്തി സ്തുതിക്കുന്ന കർത്താവേ, കർത്താവായ ദൈവമേ, ഞങ്ങളങ്ങേ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. മനമുയർത്തി സ്തുതിക്കട്ടെ. ജീവൻ നൽകാൻ വരുന്ന ദൈവം ഇതാ നിന്റെ മധ്യത്തിലേക്ക് എഴുന്നള്ളി വന്നിരിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. നിന്റെ ഉടമ്പടി നിയോഗങ്ങളെ സ്പർശിക്കാൻ ഈശോ ഇതാ എഴുന്നള്ളി വന്നിരിക്കുന്നു. നിന്റെ രോഗദുരിതങ്ങളിലേക്ക്, നിന്റെ കടഭാരങ്ങൾ ഏറ്റെടുക്കാൻ, നിന്നെ ആശ്വസിപ്പിക്കാൻ ഇതാ ഈശോ എഴുന്നള്ളി വന്നിരിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന. യേശുവേ ആരാധിക്കട്ടെ. ദൈവമേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. ദൈവമേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ദൈവമേ, ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന. യേശുവേ ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. നന്ദി കർത്താവേ, സ്തോത്രം ദൈവമേ. ഹല്ലേലൂയ
ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി നന്ദി കർത്താവേ, സ്തോത്രം ദൈവമേ. സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ നന്ദി, ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ യേശുവേ നന്ദി കർത്താവേ, സ്തോത്രം ദൈവമേ. സ്തുതിക്കുന്ന കർത്താവേ, ആരാധിക്കുന്ന ദൈവമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ദൈവമേ, ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, ഉടമ്പടി എപ്പോഴും വർക്ക് ചെയ്യുന്നത് ക്ലെയിം ആൻഡ് കപ്പാസിറ്റി എന്നുള്ള രണ്ട് ഘടകങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. നമ്മുടെ കപ്പാസിറ്റി എന്താണ്? ഉടമ്പടിയുടെ ഓരോ ഫോർമുലയും നമുക്ക് നൽകുമ്പോൾ നമുക്ക് മനസ്സിലാകണത് നമ്മുടെ കേപ്പബിലിറ്റി, നമ്മുടെ കഴിവ് എന്തിനുള്ള കഴിവാണ്? ബൈബിളിലെല്ലാം കഴിവെന്നാണ് പറയണത്. വിശ്വാസം നമുക്ക് എന്ത് നൽകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വിശ്വാസം നമുക്ക് നിത്യജീവൻ നൽകുന്നുവെന്നാണ് നമ്മൾ ജ്ഞാനസ്ഥാനത്തിൽ ഏറ്റുപറയണത്. വിശ്വാസം, ഒരു ജ്ഞാനസ്ഥാന കുഞ്ഞിനെ കൊണ്ടുവരുമ്പോൾ മാതാപിതാക്കന്മാരോട് ചോദിക്കുന്നത്, നിങ്ങൾ സഭയോട് എന്ത് ആവശ്യപ്പെടുന്നു? ഉടനെ മാതാപിതാക്കന്മാർ പറയും, ഞങ്ങളുടെ വിശ്വാസം ആവശ്യപ്പെടുന്നു. ഉടനെ വൈദികൻ ചോദിക്കും, വിശ്വാസം നിങ്ങൾക്ക് എന്ത് തരുന്നു? ഉടനെ അവർ പറയും, വിശ്വാസം ഞങ്ങൾക്ക് നിത്യജീവൻ നൽകുന്നു. അപ്പം അവരുടെ വിശ്വാസത്തിലാണ് കുഞ്ഞിനെ ജ്ഞാനസ്ഥാനപ്പെടുത്തുന്നത്. പക്ഷേ നിത്യജീവൻ നൽകുന്ന പോലെ തന്നെ വിശ്വാസം വേറെ ഒരു കാര്യം നമുക്ക് തരുന്നുണ്ട്. ഇതിനെക്കുറിച്ച് നമ്മൾ വേണ്ട വിധത്തിൽ ഒരു ഡിസ്കഷൻ, ഒരു ചിന്ത, ഒരു ആലോചന, ഒരു ചർച്ച എപ്പോഴാണ് നിൻ്റെ ജീവിതത്തിൽ നടക്കുന്നത്, അത് മുതൽ നിൻ്റെ കപ്പാസിറ്റി വർദ്ധിച്ചുകൊണ്ടിരിക്കും. എന്താ കാര്യം? വിശ്വാസം നമുക്ക് എന്താ തരണത്? വിശ്വാസം നമുക്ക് കഴിവ് നൽകും. ഇല്ല, നമുക്കിപ്പോഴും ഓരോ ഡിഗ്രിയൊക്കെ എടുക്കത്തില്ലേ പിള്ളേർ? അപ്പോൾ അവർക്കൊരു കഴിവ് വർദ്ധിക്കണം അവരുടെ, അല്ലേ? ഇപ്പോൾ ഒരു ഡോക്ടറേറ്റ് എടുക്കുന്നവർ, ഇപ്പം ഇന്ന് അങ്ങനെ ഒരു സാക്ഷ്യം ഉണ്ടായി. അതായത് ഡോക്ടറേറ്റ് എടുക്കാൻ വേണ്ടി ഉടമ്പടി ചെയ്ത് കഴിഞ്ഞപ്പോൾ അന്ന് വരെ ഗൈഡ് വളരെ ഇൻഡിഫറൻ്റായിട്ട്, ഒരു ജർമ്മൻ ഗൈഡാണ്, വളരെ ഇൻഡിഫറൻ്റായിട്ട് പെരുമാറിക്കൊണ്ടിരുന്ന ഗൈഡ് 3 അറ്റംപ്റ്റാണ് അവരുമായിട്ട് നടത്തിയത്. പക്ഷേ അവർ ഡോണ്ട് കെയർ ആറ്റിറ്റ്യൂഡ് കാണിക്കുകയാണ്, ഒരു വിപ്രതിപത്തി, ഒരു ഒഴിവാക്കണ പരിപാടി കാണിച്ച്. പക്ഷെ അവരാണ് എൻ്റെ എക്സ്പേർട്ട്, അവർ ഗൈഡായ മാത്രമേ യൂണിവേഴ്സിറ്റി അത് അപ്രൂവ് ചെയ്യത്തുള്ളൂ. അത്രയും കലിബറുള്ള ഒരു ഗൈഡാണ്. പക്ഷേ ഇവരെ തന്നെ വേണം, പക്ഷേ ഇവർ മൈൻഡ് ചെയ്യണില്ല. അപ്പോൾ എന്നാ ചെയ്തിരിക്കണത്? ആ സൗദിയിലെ ഒരു സഹോദരിയാണ് സാക്ഷ്യം എന്ന് പറഞ്ഞത്. അവരെന്താ ചെയ്തിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ വന്ന് ഉടമ്പടി ചെയ്തിട്ട് അമ്മയോട് പറയും, അമ്മ ഗൈഡ് ഇൻഡിഫറൻ്റാണെന്ന് പറയും. ഗൈഡ് ഇൻഡിഫറൻ്റാണ്. ഇപ്പോൾ ഉടമ്പടി ചെയ്യാൻ വരുന്ന കുറേ മനുഷ്യർ അമ്മയോട് ശരിക്കും സംസാരിച്ചിട്ടാണ് പോണത്. അവർക്ക് കുറച്ച് കാര്യങ്ങൾ പരിശുദ്ധ, അതായത് നമുക്ക് ഈ ദൈവസംസാരമൊക്കെ വന്ന എപ്പോഴാണെന്ന് അറിയാവോ? ഒന്നെങ്കിൽ നമുക്ക് അതിമൗനം വരും, അല്ലെങ്കിൽ നമുക്ക് അതിസംസാരം വരും. ഇത് രണ്ടും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൽ നിന്നുണ്ടാകുന്നതാണ്. ചിലർ അതിമൗനമായിരിക്കും, ആത്മാവ് നിറഞ്ഞ് അതിമൗനമായി പോകും. ചിലർ നന്നായി സംസാരിക്കും. ഈ അതിമൗനമാകുന്നതും നന്നായി സംസാരിക്കുന്നതും എല്ലാം അമ്മയുടെ ക്വാളിറ്റീസാണ്. അമ്മ ഹൃദയത്തിൽ സംഗ്രഹിക്കും ചില വിഷയങ്ങൾ, അതിമൗനത്തിലേക്ക് പോകും. അമ്മ എലിസബത്തിനെ കണ്ടപ്പോൾ ബിഹോൾഡ് അമ്മ സ്വസ്ത്രഗീതം പറഞ്ഞ്, അത് അതിസംസാരമാണ്. അപ്പോൾ ചില പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ വരുമ്പോൾ ചിലർക്ക് എപ്പോഴും പ്രാർത്ഥിക്കണമെന്ന് തോന്നും, എല്ലാം ദൈവത്തോട് പറയണമെന്ന് തോന്നും. അങ്ങനെയാണ് ഈ സൗദിയിലെ സഹോദരി വന്ന് അമ്മയോട് പറഞ്ഞ്, അമ്മേ ഗൈഡ് മൈൻഡ് ചെയ്യണില്ല എന്ന് പറഞ്ഞു. അവർ ഭയങ്കര പത്രാസായിട്ട്, ജർമ്മനാണ് അവർ. അവർക്ക് ഈ സായിപ്പുമാർക്കൊക്കെ ചില സായിപ്പുമാർക്ക് കുറച്ച് ഈ കോംപ്ലക്സ് കൂടുതലാണ്. നമ്മൾ ഇന്ത്യൻസ് അല്ലേ എന്ന് വിചാരിച്ചുകൊണ്ട് ഇത്തിരി കോംപ്ലക്സ് ഉള്ളവരുണ്ട്. നമ്മൾ ആദ്യം കയറി അവരൊന്നും നമ്മളെ അക്സെപ്റ്റ് ചെയ്യില്ല. കഴിഞ്ഞ ദിവസം ഒരു സാക്ഷ്യം ഉണ്ടായിരുന്നു. എനിക്ക് ഇംഗ്ലീഷ് വാർഡിലാണ് ജോലി കിട്ടിയത്. അവിടെ മുഴുവനും ബ്രിട്ടീഷുകാർ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇന്ത്യൻ ആയത് കാരണം എനിക്ക് ആ വാർഡിൽ അവരെന്നെ നിസ്സഹകരിച്ച് എന്നോട് അക്സെപ്റ്റ് ചെയ്തില്ല. എന്നെ അവർ ഒരു കാര്യം എനിക്ക് പറഞ്ഞു തന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവരെന്നാ ചെയ്തത്, ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ ബ്രിട്ടീഷ് വാർഡിലാണ്, അവിടെ സായിപ്പന്മാരേ ഉള്ളൂ, പക്ഷേ എന്നെ അവർ മൈൻഡ് ചെയ്യണില്ല,
ഭയങ്കര ഈ എന്താണ് അപ്പാർത്തിയുടെ എന്ന് പറഞ്ഞ വർണ്ണവിവേചനമില്ലേ, അതൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. പുറത്ത് പറയുന്നില്ലെങ്കിലും അതൊക്കെ മനസ്സിലുണ്ട് ചില ആൾക്കാരുടെ. അപ്പം അതുകൊണ്ട് അങ്ങനെ ഒരു അവരുടെ വിപ്രതിപത്തിയാണ് ഇംഗ്ലീഷ് വാർഡിൽ നിന്ന് അവർക്ക് ഉണ്ടായത്. അവരെന്നാ ചെയ്ത് അമ്മയോട് നേരിട്ട് പറയാം, അമ്മേ ഞാനിങ്ങനെ ഒരു വർണ്ണവിവേചനത്തിൽ ഇവരെന്നോട് എനിക്ക് ഈ വിഷയങ്ങൾ അധികം അറിയത്തില്ല, ഇവരുടെ എറ്റിക്വസും കസ്റ്റംസും അതുപോലെ തന്നെ അവരുടെ വേ ഓഫ് ആക്ഷൻസും മെത്തേഡ്സും ഈ ഹോസ്പിറ്റലിൽ അവരുടെ രീതികളൊന്നും ഞാൻ ഇത് ഫസ്റ്റ് ടൈമാണ് ഇവിടെ. പക്ഷേ എന്നെ ഹെൽപ്പ് ചെയ്യാൻ ഇവിടെ ഒരു ആരുമില്ല, ഇന്ത്യൻസും ഇല്ല മലയാളീസും ഇല്ല. അവരാണെങ്കിൽ എന്നോട് എന്താണ് നമ്മളൊരു സെർവൻസിനെ പോലെ ഇങ്ങനെ വിപ്രതിപത്തി കാണിക്കുന്നത്. പക്ഷേ ഇവരുടെ ഒരു പ്രശ്നം, ഇവർ നിങ്ങളെപ്പോഴും മനസ്സിലാക്കണം, നിങ്ങൾ ഇംഗ്ലീഷ് വാർഡിൽ പോയാലും നിങ്ങൾ ധ്രുവ പ്രദേശത്ത് പോയാലും അന്റാർട്ടിക്ക പോയാലും ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, എന്താണ്? പരിശുദ്ധ അമ്മ നിന്റെ കൂടെ അവിടെ ഉണ്ടായിരിക്കും. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ, കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ എവിടെയായിരുന്നാലും അമ്മ കൂടെ എന്ന ബോധ്യം കർത്താവേ പ്രബോധനം നൽകുമെന്ന് പറയുന്നു. യേശുവേ ആരാധന. കർത്താവേ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവേ ആരാധന, കർത്താവേ ആരാധന. ദൈവസ്നേഹത്തോടെ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പം ഈ ഡയലോഗ്, ഫ്രീ ഡയലോഗ് നമ്മുടെ ഉടമ്പടി വരുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു കപ്പാസിറ്റിയാണത്. ഉടമ്പടി വരുമ്പോൾ നമ്മൾ ആ പരിശുദ്ധാത്മാവ് നമ്മൾ പറയും, നീ ഇപ്പോൾ അമ്മയുമായി ഉടമ്പടി ആയില്ലേ, തരും ഉഭയകക്ഷിയല്ലേ, ബൈലാറ്ററല്ലേ. ബൈലാറ്ററൽ എഗ്രിമെൻ്റ് ആകുമ്പോൾ നമ്മളവിടെ ആനുകൂല്യവും ഔദാര്യവും അനുഗ്രഹവും ഒന്നുമല്ല, അവകാശമാണ് എൻ്റെ വിഷയം. അപ്പോൾ ചില ആൾക്കാർക്ക് ഈ അവകാശബോധം വല്ലാണ്ട് അങ്ങോട്ട് കത്തിപ്പിടിക്കും. പരിശുദ്ധാത്മാവ് അത് കത്തിക്കും നമ്മളിലെ അവകാശബോധം. അപ്പം അതുകൊണ്ട് അവർ വന്നിട്ട് പറഞ്ഞ അമ്മ ആ ജർമ്മൻ ഗൈഡ് മൈൻഡ് ചെയ്യണില്ലെന്ന് പറയും. അപ്പോൾ ഒരു മകള് അമ്മയോട് പറയുന്ന ആ ഒരു രീതിയിലാണ് പരിശുദ്ധാത്മാവ് അവർക്ക് അഭിഷേകം കൊടുത്തത്. അതായത് വിതിൻ നോ ടൈം ജർമ്മൻ ഗൈഡ് ഇങ്ങോട്ട് വിളിക്കും. ഇതാണ് സ്പീഡെന്ന് പറയണത്. വല്ലാത്ത ഒരു സ്പീഡാണ് ഈ വിഷയത്തിൽ വരണത്. നമ്മളെ കപ്പാസിറ്റി കൂടി, കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ എന്നാ കപ്പാസിറ്റിയാണ് നമ്മൾക്ക്. അതായത് കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ ഒരു ഉടമ്പടി ചെയ്യുമ്പോൾ ഒരു വ്യക്തിക്കുള്ള കപ്പാസിറ്റി എന്താണെന്ന് ചോദിച്ചാൽ അത് സെൻറ്റ് ജോണാണ്. അതായത് യോഹന്നാൻ്റെ സുവിശേഷം 1:12 എന്താണ്? ഒന്ന് ഏറ്റു പറഞ്ഞ്, അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാനുള്ള കഴിവ് നൽകി. സന്തോഷത്തോടെ പറഞ്ഞേ, ദൈവമക്കളാകാനുള്ള കഴിവ് നൽകി. പ്രൈസ് ദി ലോർഡ്. അപ്പൊ കഴിവ് എന്തിനാണ് കിട്ടുന്നത്? ദൈവമക്കളുടെ കഴിവാണ് കിട്ടുന്നത്. ദാറ്റ് മീൻസ് എന്താ വിഷയം അവിടെ എൻ്റെ ഇത് വരണത്? ഒരു വിശ്വാസത്തിൽ നിന്ന് ദൈവമക്കളുടെ കഴിവ് കിട്ടിക്കഴിഞ്ഞാൽ, ഇപ്പം വിശ്വാസം നമുക്ക് എന്ത് തരുന്നത്? നിത്യജീവൻ മാത്രമല്ല നൽകണത്, നമ്മുടെ കഴിവ് വർദ്ധിപ്പിക്കും. ഇല്ലേ? എന്തെല്ലാം കഴിവുണ്ട് ഇവിടെ? എന്തെല്ലാം കഴിവ് വേണം ഇവിടെ ജീവിക്കാൻ? നമുക്ക് ഫൈനാൻസായിട്ടുള്ള കഴിവ് വേണം, ഇല്ലേ? കടങ്ങളൊന്നും ഉണ്ടാകരുത്, കഴിവ് വേണം. ജെസ്സി കുര്യൻ എന്നും പറഞ്ഞ് ടെക്സാസിൽ നിന്നൊരു സാക്ഷിയുണ്ട്, അതിമനോഹരമായ സാക്ഷ്യമാണ്. ജെസ്സി കുര്യൻ്റെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, ജെസ്സി കുര്യനെ അവർക്ക് പെട്ടെന്നാണ് അവർക്ക് ഈ ഒരു കത്ത് ബാങ്കിൽ നിന്ന് വരണത്. അവർക്ക് ഇതിനെക്കുറിച്ച് കോൺഷ്യസ് ആയിരുന്നു, ഇങ്ങനെ ഒരു എമൗണ്ട് നമുക്ക് കടമുണ്ടെന്നതിനെക്കുറിച്ച് കോൺഷ്യസ് ആയിരുന്നു. പക്ഷേ അതിനെക്കുറിച്ച് ഡിസ്റ്റർബ്ഡ് അല്ലായിരുന്നു. പക്ഷേ അതിനെ എന്തുമാത്രം ഉണ്ടെന്ന് അറിയത്തില്ലായിരുന്നു. കുറേ വർഷങ്ങൾക്ക് മുമ്പോട്ട് കടവാണ്. പക്ഷേ ഇപ്പോൾ വന്നപ്പോൾ ഇൻഡാസായിപ്പോയി. ജെസ്സിക്കുവിൻ്റെ പ്രശ്നം എന്താണ്? അവർ കണക്കൂട്ടി നോക്കിയപ്പോൾ ഡോളർ കണക്കിനെയാണ് കണക്ക് കൂട്ടുന്നത്. കണക്കൂട്ടി നോക്കിയപ്പോൾ ഉണ്ട് 1 കോടി രൂപയുടെ കട. ദൈവമേ, നമ്മൾ വല്ലതും 10-50 ലക്ഷം അല്ലെങ്കിൽ 30 ലക്ഷം ഒക്കെയാണെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കരുന്ന്. ഇൻഡാസ് എന്ന് വെച്ചാൽ ഇതുപോലൊരു ഇൻഡാസ് അകപ്പെട്ടു പോയി. 1 കോടി രൂപയുടെ കടം. അവരെന്നാ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നാട്ടിൽ വന്നപ്പോൾ ഒന്ന് ഉടമ്പടി ചെയ്തിട്ട് ആദ്യം എഴുതി, അമ്മേ 1 കോടി രൂപയുണ്ട്, ഇറ്റ് ഈസ് എൻ്റെ എബിലിറ്റിക്ക് കൂടുതലാണ്, എൻ്റെ കഴിവിനേക്കാൾ അപ്പുറമാണ്, എനിക്ക് അതിനൊരു ഐഡിയ കിട്ടില്ല എന്ന് പറഞ്ഞു. എനിക്കൊരു ഐഡിയ കിട്ടും. ഇത് ഡയലോഗാണ്.
ഇവരൊക്കെ എങ്ങനെയാണ് ദൈവത്തെ അനുഭവിച്ചതെന്ന് വെച്ചാൽ ജെസ്സിക്കുര്യൻ ഇവിടെ വന്നിട്ട് ഉടമ്പടി ചെയ്തു അമ്മയുടെ മുഖത്ത് നോക്കിയിട്ട് അമ്മേ ഇത്രയും വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല, വല്ല 10-40 ലക്ഷമാണ് ഞാൻ മാനേജ് ചെയ്യും, ഇത് 60 ലക്ഷം കൂടി എക്സ്ട്രാ ആയിട്ട് ഇത് കിട്ടാനുള്ളൊരു യാതൊരു മാർഗ്ഗവും ഇല്ല, അപ്പോൾ അമ്മ എന്നെ സഹായിക്കണം, എനിക്ക് വേറെ മാർഗ്ഗമില്ല. ഇവരിങ്ങനെ പറഞ്ഞിട്ട് പോണ ദിവസം രാത്രി അമ്മ പ്രത്യക്ഷപ്പെടും. ഇവർ അമേരിക്ക ചെന്ന് ടെക്സാസിൽ ചെന്ന് ഹൂസ്റ്റണിലാണ് താമസിക്കുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ 2 ദിവസം കഴിഞ്ഞപ്പോൾ അമ്മ രാത്രി വന്നിട്ട് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കും. ജെസ്സിയുടെ സാക്ഷ്യം ഭയങ്കര രസമുള്ള രാഷ്ട്രീയം, ഈ ദിവസങ്ങളിൽ ഇട്ട സാക്ഷ്യം. അതായത് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അമ്മയുടെ ഒരു രീതി വെച്ച് കഴിഞ്ഞാൽ വാട്ട് ടു ഡു, എൻ്റെ ക്ലൂ എന്താണെന്ന് ഒരു ഇഷ്യൂ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഹൗ ടു മാനേജ് ഇറ്റ്. മദറിനത് വളരെ ക്ലിയറാണ്. ഇപ്പോൾ കനായിലെ കല്യാണ വീട്ടിൽ എന്താണ് കല്യാണ വീട്ടിൽ എന്താ സംഭവിക്കുന്നത്, അവർക്ക് പൊടുന്നനെ വീഞ്ഞ് തീർന്നു പോവുകയാണ്. അപ്പോൾ വീഞ്ഞ് തീർന്നു പോകുമ്പോൾ അത് പലതരത്തിലത് പരിഹരിക്കാം അല്ലേ. വായ്പ മേടിക്കാം, അടുത്ത വീട്ടിൽ പോയി, അപ്പോൾ നമ്മൾ ചെറിയ നാണം കെടും, അതാണ് പ്രശ്നം. അടുത്ത വീട്ടിൽ പോയി കല്യാണത്തിന് വായ്പ മേടിച്ചു കഴിഞ്ഞാൽ കടം മേടിക്കാം. പിന്നെ അവർ ശാശി വർത്താനൊക്കെ പറയും യഹൂദനാണ്, ഒരപ്പം കടം ചോദിക്കാൻ വേണ്ടി ചെന്നവൻ്റെ കഥ ഈശോ പറഞ്ഞിട്ടുണ്ട്. അയാളുടെ പെയിൻറ്റ് ഇന്നും മാറിയിട്ട് പോയിട്ട് ഇന്നും പുറത്തിയിട്ടില്ല. അപ്പോൾ അതെല്ലാം പെസക് പരിപാടികളാണ്. യഹൂദന്മാരുടെ എല്ലാ ഇഷ്യൂസും വളരെ ഒരു എന്താണ് ഇംപേഴ്സണലായിട്ടുള്ള സംഭവമാണ്. പക്ഷേ ഇത് രണ്ടും ചെയ്യാൻ സാധ്യതയുള്ളൂ, നിക്കക്കള്ളിയിലേയും ചെയ്യാവുന്നതാണ്. പക്ഷെ അമ്മ എന്ത് ചെയ്ത് അതിനേക്കാൾ സേഫായിട്ടുള്ളൊരു വഴി പറഞ്ഞു കൊടുക്കും. നേരെ ഈശോ അടുത്ത് വരും. ഈശോ അടുത്ത് വരാവുന്ന സംഭവിക്കാൻ സാധ്യതയുള്ള വിഷയങ്ങളെക്കുറിച്ച് അമ്മയ്ക്ക് ഏറെക്കുറെ ഏകദേശം ഒരു ധാരണയുണ്ട്. എന്താണ്, ഈശോയുടെ സമയമായിട്ടില്ലെന്ന് തന്നെ ഈശോ പറയും. പക്ഷെ അങ്ങനെ പറഞ്ഞാൽ പോലും അതിൻ്റെ പ്രൊവിഷൻസ് ഉണ്ട്. അമ്മയ്ക്ക് അതിനെക്കുറിച്ച് അങ്ങനെ എൻ്റെ സമയം എനിക്ക് നിനക്ക് എന്ത്, എൻ്റെ സമയം ഇനി സമാഗതമായിട്ടില്ലല്ലോ എന്ന് ഈശോ പറയുമെന്ന് അത് ഓൾറെഡി സഡൻ പൊടുന്നതിനെ പറയണതല്ല. അമ്മയ്ക്ക് അതിനെക്കുറിച്ച് പ്രീകോഗ്നിഷനുണ്ട്. ഈശോ ഇത് പറയുമെന്ന് പരിശുദ്ധാത്മാവ് അമ്മയോട് പറയുന്നുണ്ട്. കാര്യം അമ്മയും പരിശുദ്ധാത്മാവും തമ്മിൽ അറിയാമല്ലോ, ഐക്യമാണ് ഭയങ്കര. അതുകൊണ്ട് എന്ത് ചുറ്റുവട്ടങ്ങളിൽ എന്ത് സംഭവിച്ചാലും എന്ത് പറയണം, എങ്ങനെ റിയാക്ട് ചെയ്യണം, എങ്ങനെ ആൻസർ ചെയ്യണം, എല്ലാ പരീക്ഷകളുടെയും റെഡിമെയ്ഡ് ആൻസർ അമ്മയ്ക്കറിയാം. അപ്പോൾ ഈശോ എടുത്ത് ചെല്ലുമ്പോൾ ഇങ്ങനെ പറയും, എനിക്ക് നിനക്ക് എന്താണ്, എൻ്റെ സമയം ഇനി സമാഗതമായിട്ടില്ലല്ലോ എന്ന് അമ്മ പറയും. അപ്പോൾ മേരി എന്താ പറയേണ്ടത്, തിരിച്ച് പറയേണ്ടതെന്നും പരിശുദ്ധാത്മാവ് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ. ഇതാണ് വിഷയം. നമ്മളാരും പോണ പോലെ അല്ല വിഷയം, അമ്മയാണ് പോണമെന്ന് നമ്മൾ മനസ്സിലാക്കണം. അമ്മ പരിശുദ്ധാത്മ എന്താ പറഞ്ഞിരിക്കുന്നത്, മേരി ഈശോ പറയും എൻ്റെ സമയം ഇനി സമാഗതമായിട്ടില്ലല്ലോ എന്ന്. അതിൻ്റെ വിസ്ഡം എന്ന് പറയണത് അതിൻ്റെ നോഹവും ജ്ഞാനസൂത്രം അങ്ങനെയുള്ളൊരു വിഷയം, ഒരു ഡിവൈൻ ഇംപെഡിമെൻ്റ്, ദൈവിക തടസ്സം വന്നാൽ അതിനെ കൗൺട്രാക്ട് ചെയ്യാനുള്ള ക്ലൂ എന്ന് പറയണത് അവൻ പറയണത് പോലെ ചെയ്യാൻ. കാര്യം വേഗത്തിൽ നടക്കേണ്ട കാര്യങ്ങൾ, വേഗം ഇല്ലേ, വേഗത്തിൽ നടക്കേണ്ട കാര്യങ്ങൾ എന്നുവെച്ചാൽ ഓൺ ദി സ്പോട്ടിൽ നടക്കേണ്ട കാര്യങ്ങളുണ്ട്. നമുക്ക് അടുത്ത മാസം നടക്കേണ്ട കാര്യങ്ങളുണ്ട്, അടുത്ത കൊല്ലം നടക്കേണ്ട കാര്യങ്ങളുണ്ട്, 10 കൊല്ലം കഴിഞ്ഞ് കുഞ്ഞുപിള്ളേരെ മക്കളൊക്കെ കെട്ടിക്കാനുണ്ടെങ്കിൽ 5-6 കൊല്ലം കഴിഞ്ഞ് നടക്കേണ്ട കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ ടൈമാണ് ഇവിടുത്തെ പ്രോബ്ലം. അപ്പോൾ എമർജൻസി ആൻഡ് ലൈറ്റ്നിങ് ആയിട്ട് നടക്കേണ്ട കാര്യങ്ങളാണെങ്കിൽ അതിൻ്റെ സൊല്യൂഷൻ ആൻഡ് ഫോർമുല ഡിഫറെൻ്റാണ്. അതെന്താ, പരിശുദ്ധാത്മാവ് അമ്മയെ ഉപദേശിക്കും. എന്താ മേരി, അവൻ പറഞ്ഞതുപോലെ ചെയ്യുക എന്ന് നീ ആരോട് പറയണം, മനുഷ്യരാശിയോട് പറയണം. ഒരു കുടുംബത്തിലെ എന്തെങ്കിലും ഈടറവ് ഉണ്ടായിപ്പോയാൽ പിന്നെ റെക്ടിഫൈ ചെയ്യാനുള്ള മാർഗം എന്താണ്? ചിലപ്പോൾ പണം കുറഞ്ഞു പോകാം. ഇപ്പം ജെസ്സിക്കുര്യൻ്റെ വിഷയം എന്താണ്, പണം കുറഞ്ഞ് 1 കോടി കടവാണ്. അമ്മ എന്താ ചെയ്തിരിക്കുന്നത്, അമ്മ രാത്രി വന്നതിന് ശേഷം ഒരു ക്ലൂ പറഞ്ഞു കൊടുക്കും ജെസ്സിക്കുര്യന്. എന്താ പറഞ്ഞോടെ, ഇത് കോവിഡ് കാലമാണ്, നിൻ്റെ റിട്ടയർമെൻറ്റിൻ്റെ ഫണ്ട് ഗവൺമെൻറ് കോവിഡ് പ്രമാണിച്ചുകൊണ്ട് ആവശ്യക്കാർക്ക് റിലീസ് ചെയ്യുന്ന ഒരു നിയമം പാസ്സാക്കിയിട്ടുണ്ട്. നോബഡി ഈസ് നോൺ ടു ഇറ്റ്. ഇത് ഭയങ്കരമായ രസമാണ് ഈ സംഭവം. ആൾക്കാർക്ക് ആ സാക്ഷ്യം മനസ്സിലായിട്ടില്ലെന്ന് തോന്നുന്നു. അതിനേക്കാൾ വില കുറഞ്ഞ സാക്ഷ്യത്തിന് ആൾക്കാർ ഭയങ്കര ഇടിച്ചേലി കാണുന്നുണ്ട്. പക്ഷേ ജെസ്സിക്കുര്യൻ്റെ വിഷയം നിങ്ങൾ മനസ്സിലാക്കണം. അതായത് അമ്മ പറയണത് കോവിഡ് പ്രമാണിച്ച് അമേരിക്കൻ ഗവൺമെൻറ് റിട്ടയർമെൻറ്റ് ബേസിൽ റിട്ടയർമെൻറ്റ് ആകാൻ പോകുന്ന ആൾക്കാർക്ക് വേണ്ടിയുള്ള ഫണ്ട് നേരത്തെ റിലീസ് ചെയ്യുന്നുണ്ട്. ജെസ്സി വിളിച്ചു പോയി. അവർ പത്രത്തിലോ ടി വിയിലോ ഒന്നും ഇതിനെക്കുറിച്ച് അറിയത്തില്ല അവർക്ക്.
അവർക്കറിയാത്തൊരു കാര്യമാണ്. അവർ വീട്ടിനെ പിറ്റേ ദിവസം ബാങ്കറിലെ റഷീദ് പറഞ്ഞു, സാറേ എൻ്റെ റിട്ടയർമെൻറ്റ് എമൗണ്ട് ഉണ്ട് ഇത്ര രൂപ. അപ്പോൾ അതിൻ്റെ കോഡ് കൊടുത്തു കഴിയുമ്പോൾ ആ പൈസ ഇങ്ങോട്ട് അപ്പോൾ അത് 1 കോടി കൂടുതലുണ്ട്, അതൊരു കോടി കൂടുതലുണ്ട്. പക്ഷേ ഇത് ഇവർക്ക് അറിയത്തില്ല. ഇവരറിയാതെ ഇരുന്നുകൊണ്ട് നെരിപ്പോട് പോലെ എരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വിഷയത്തിൽ വരുന്ന വിഷയം, ഉടമ്പടിയുടെ വിഷയം വരുമ്പോൾ നമ്മൾ ബയലാറ്ററല്ലേ, ബയലാറ്ററായത് കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ആണല്ല. നമ്മൾ അനുഗ്രഹം പോലെ ഔഷപിതാവിൻ്റെ അടുത്ത് മാതാവിൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ തെണ്ടി നിൽക്കണ പരിപാടിയല്ല. എന്നെ സഹായിക്കേണ്ട എനിക്ക് വേറെ മാർഗ്ഗം, ഒരു ധർമ്മപരം. ഉടമ്പടി അങ്ങനെ ധർമ്മമൊന്നുമില്ല. നമ്മളൊരു കക്ഷി, ദൈവം ഒരു കക്ഷി, അമ്മ മീഡിയേഷനിലാണ്. അപ്പം നമ്മൾക്കൊരു കക്ഷി, ഒരു അവകാശമാണ് കിട്ടുന്നത്, അനുഗ്രഹമല്ല കിട്ടുന്നത്. അപ്പോൾ അവകാശമാകുമ്പോൾ നമ്മളെന്താ സംഭവിക്കണത്? വിശ്വാസം അവകാശമാക്കണം എപ്പോഴാണ്? ഇപ്പം സഭയോട് നിങ്ങൾ എന്താണ് ആവശ്യപ്പെടുന്നത്? വിശ്വാസം നിങ്ങൾക്ക് എന്ത് തരുന്നു? നിത്യജീവൻ. നിത്യജീവൻ മാത്രമല്ല, ഒരു മക്കൾക്ക് ആവശ്യമായ എല്ലാമാണ്. അതാണ് കഴിവെന്ന് പറയണത്. അതാണ് യോഹന്നായ 1:12 നമ്മൾ വായിച്ചത്. എന്താണ് എന്ന് പറഞ്ഞ്? അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാനുള്ള കഴിവ് നൽകി. ഇനി പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, എൻ്റെ വിശ്വാസവും ഒരു കഴിവായി വളർത്തിയെടുക്കണമേ. ഞാൻ അങ്ങയുടെ തിരുസന്നിധിയിലെ വരുമ്പോഴേ ഒരു മകളെപ്പോലെ മകനെപ്പോലെ സംസാരിക്കുവാനുള്ള സ്വാതന്ത്ര്യബോധവും അവകാശബോധവും അഭിഷേകമായി എനിക്ക് നൽകണമേ. ശ്രദ്ധിക്കട്ടെ. തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകുള്ള കഴിവ് നൽകിയ വലിയ അഭിഷേകത്തെ നന്ദി പറയുന്നു. ആരാധന. കൈകൾ തുറന്ന് നീ വരൂ ദൈവകാരുണ്യമേ, ആരാധന. നീ വരൂ ദിവ്യകാരുണ്യമേ, ആരാധന. നീ വരൂ ദൈവകാരുണ്യമേ, ജീവിതം നിന്റെ കാരുണ്യമേ, ജീവനേ സ്തുതിയും പുകഴ്ചയും ജീവിതം പരിശുദ്ധ ജീവനേ ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, നമ്മൾ അഭിഷേകത്തിൻ്റെ നിറവിലെ ഉടമ്പടി ചെയ്ത വിഷയങ്ങളുടെ മേലും ഉടമ്പടി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ആ ഉടമ്പടി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയത്തിൻ്റെ മേലും ദൈവിക ഇടപെടലുണ്ടാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. ഈ ആരാധന നിമിഷം അനേകം മക്കളെ കർത്താവ് നിങ്ങൾക്കിവിടെ വന്ന് സാക്ഷ്യം പറയാൻ പറ്റുന്ന രീതിയിൽ നിങ്ങളുടെ വേദനകളെയും ഭാരങ്ങളെയും രോഗങ്ങളെയും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയിൽ ഇപ്പോൾ ഈശോ ഏറ്റെടുക്കാം. നിങ്ങൾ സന്തോഷത്തോടു കൂടി ആണ് ഇപ്പോഴേ കർത്താവിന് തിരുസന്നിധി ചെലവഴിക്കേണ്ടത്. അച്ഛന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. എനിക്ക് നല്ല അഭിഷേകമുള്ള വചനങ്ങൾ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അച്ഛന് ആരെയാണ് കർത്താവ് സ്പർശിക്കുന്നതിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിന് വേണ്ടി പ്രാർത്ഥിക്കണം. കടങ്ങളും കയറി മുടിഞ്ഞവരും ഭാരമുള്ളവരും ജീവിതത്തിൽ എരിവെയിലത്ത് നിൽക്കുന്ന പോലെയുള്ള അനുഭവമുള്ളവരും ഒക്കെ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന സമയമാണ്. ഒരു മനുഷ്യനോട് ഞാൻ പറയുകയാണ്, അതായത് കർത്താവ്, ഐ വിൽ നോട്ട് ഡിസോൺ യു അറ്റ് എനി കോസ്. ഞാൻ നിന്നെ ഒരു കാരണവശാലും നിന്നെ തള്ളിക്കളയത്തില്ല എന്ന് പറഞ്ഞ വചനത്തിൽ വേണം നിങ്ങൾ വിശ്വസിക്കാൻ. പ്രത്യേകിച്ച് ഹെബ്രായ ലേഖനം 13:5 അറ്റ് എനി കോസ്, ഒരു കാരണവശാലും. ഒരു പക്ഷേ നിന്റെ പാസ്റ്റ് ലൈഫ് കർത്താവിൻ്റെ വിശുദ്ധിക്ക് നിരക്കാത്ത ജീവിതമായിരിക്കും. ബട്ട് ഡോണ്ട് മൈൻഡ് അബൌട്ട്, ഡോണ്ട് ബോദർ അബൌട്ട് ഇറ്റ്. എന്താ കാര്യം? എന്താ? കർത്താവ് പറഞ്ഞൊരു ഒറ്റ വാക്കാണ്. എന്താണ്? മകളെ,
കഴിഞ്ഞ കാലങ്ങളിൽ കുറേ കാര്യങ്ങളൊക്കെ സംഭവിച്ച് കാണും, പക്ഷേ ഐ ഡോണ്ട് മൈൻഡ് ഇറ്റ്, മേലിൽ നീ അത് ചെയ്യരുതെന്ന് മാത്രമേ ഈശോ പറഞ്ഞുള്ളൂ. അങ്ങനെ കർത്താവിൻ്റെ തിരുസേനയെ പട്ടാങ്ങിയായിട്ട് കട്ടായം പറയണം, കർത്താവെ മേലിൽ ഞാൻ വിശുദ്ധിയോടെ ജീവിച്ചു കൊള്ളാം, അങ്ങയ്ക്ക് വേണ്ടി അങ്ങയെപ്രതി അങ്ങയ്ക്ക് വേണ്ടി ഞാൻ സാക്ഷ്യമായി ജീവിച്ചു കൊള്ളാം. പ്രാർത്ഥിക്കുക, കർത്താവേ മേലിൽ ഞാൻ അങ്ങയ്ക്ക് വേണ്ടി ജീവിച്ചു കൊള്ളാം. കർത്താവേ കർത്താവേ അപസ്മാര രോഗിയുടെ പിതാവിനെ പോലെ ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ 9:22 മർക്കോസിന്റെ സുവിശേഷം അനുസരിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ എന്റെ അവിശ്വാസം പരിഹരിച്ച് എന്നെ സഹായിക്കണം. എന്റെ കർത്താവേ എന്റെ അവിശ്വാസം പരിഹരിച്ച് എന്നെ സഹായിക്കണം. കർത്താവേ നിന്റെ വിശുദ്ധമായ തിരുമുറുവാർന്ന വലത്തുകരം ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളുടെ മേലും പതിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ നിന്റെ ആണിപ്പെടുതാർന്ന അത്ഭുതകരം ശരീരം പൊള്ളുന്നവരിലെ, അസ്ഥി പൊള്ളുന്നവരിലെ, വാത രോഗികളിലെ, കരൾ രോഗികളിലെ, കർത്താവേ ഹൃദയ നൊമ്പരം അനുഭവിക്കുന്നവരിലെ, ഹൃദയത്തിൽ ബ്ലോക്ക് ഉള്ളവരിലെ, തൈറോയ്ഡ് രോഗികളിലെ, കോൺസെപ്റ്റ് രോഗികളിലെ, ഫണ്ട്രോസ് രോഗികളിലെ, തലച്ചോറിന് രോഗമുള്ളവരിലെ കർത്താവിന്റെ വിശുദ്ധ രക്തം, കർത്താവിന്റെ വിശുദ്ധ രക്തം, കർത്താവിന്റെ വിശുദ്ധ രക്തം തളിക്കപ്പെടട്ടെ, തളിക്കപ്പെടട്ടെ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിലെ മാരക രോഗങ്ങളെ ഈ നിമിഷം മാറിപ്പോകട്ടെ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവേ തീരാ രോഗികളെ സുഖപ്പെടുത്തി നന്ദി പറയുന്നു. കർത്താവേ ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ആരാധന. യേശുവേ ഞങ്ങളെ സാക്ഷികളായി സുഖമായി യേശുവേ ആരാധന. അരികിൽ വരേണേ സദയം തൊടേ സുഖമായി യേശുവേ ആരാധന. എരിയും മെഴുതിരി പോലെ പരിശുദ്ധ പരമ ഹൃദയകാരുണ്യത്തിന് ഉരുകും നേരവും ആരാധന. എരിയും മെഴുതിരി മെഴുതിരി പോലെ പരിശുദ്ധ പരമ ഹൃദയം ദിവ്യകാരുണ്യത്തിന് ഉരുകും നേരവും ആരാധനയും അരികിൽ വരേണേ സദയം തൊടേ സുഖമായി സുഖപ്പെടുന്നതേ പറയുന്നു. അരികിൽ വരണമേ. അരികിൽ സദയം തൊടേ സുഖമായി. നമുക്ക് സമാപന ആശീർവാദം സ്വീകരിക്കാം. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് അതിശക്തമായിട്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ദൈവകാരുണ്യ ഈശോ നിങ്ങളെ ആശീർവദിക്കാൻ പോകുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് അതിശക്തമായി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന. കരങ്ങൾ ഉയർത്തി ഉടമ്പടിയിൽ സമർപ്പിച്ച നിയോഗങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കട്ടെ. ഓൺലൈൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നവര് ആ നിയോഗങ്ങൾ സമർപ്പിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ അതിശക്തമായി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ ആശീർവദിക്കുന്നു. തീരാ രോഗത്തിൽ കഴിയുന്നവരെ ഉടമ്പടിയിലും പുതുക്കി നിയോഗത്തവർക്ക് ഈശോ തൊടുന്ന വലിയ നിമിഷമാണ്. കർത്താവിന്റെ സന്നിധിയില് കർത്താവിത ക്യാൻസർ രോഗികള്, രോഗികള്, ഹൃദയ സംബന്ധമായ രോഗമുള്ളവര്, തൊഴിൽ രോഗമുള്ള എല്ലാവരിലേക്കും ദിവ്യകാരുണ്യത്തിന്റെ ശക്തി അഭിഷേകമായി തീരുന്നു. കർത്താവ് നിന്നെ തൊടുന്നു, നിന്റെ രോഗങ്ങളെ തൊടുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധ പരമമായ ആരാധന. ദിവ്യകാരുണ്യമേ പരിശുദ്ധമ്മയുടെ പ്രത്യക്ഷീകരണം പരിശുദ്ധ പരമമായ ദിവ്യകാരുണ്യമേ മക്കളെയും ഈശോയെ നന്ദി. ഈശോയെ സ്പർശിക്കണം. അമ്മേ പരിശുദ്ധതയും പരിശുദ്ധ പരമമായ
തീർച്ചയായ പരിശുദ്ധ അമ്മേ, കാരുണ്യമേ, ഞങ്ങൾക്ക് വേണ്ടി ലോകം മുഴുവന് വേണ്ടിയും എന്നും അമ്മേ എന്നും മധ്യസ്ഥയായിരിക്കണമേ. അങ്ങേക്ക് അമ്മേ കൃപാസന മാതാവേ, ആവേ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. ആവേ, ഈശോയെ ആശ്രയം ആവേ നൽകണമേ. മരിയ, കർത്താവേ, വലിയ സന്തോഷത്തോടെ നൽകണം. ആവേ